കർത്താവിന്റെ ഉള്ളത് ഇവിടേക്ക് വരുവാനും നമ്മുടെ എല്ലാവരുടെയും സ്നേഹമുള്ള മുഖങ്ങളൊക്കെ കാണുവാനും കർത്താവിന്റെ തിരുവരിയിൽ നിങ്ങളോടൊത്ത് സംബന്ധിക്കാനും വരികയും കുറവുള്ളതുമായ നമുക്കും ഒരവസരമുണ്ടായത് ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ട ഏവമേലിയവൻ പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 തുടങ്ങി 32 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഒരു അഭിനന്ദന വാചകം ഞാൻ ചേർക്കാതെ പോയിരുന്നാൽ അത് കൃത്യവിലോപമായി ഞാൻ കരുതുന്നു. നമുക്ക് വളരെ അപൂർവം പള്ളികളാണ് ഈ ഭദ്രാസനത്തിൽ അമേരിക്കയിലുള്ളത്. എന്നാൽ നമ്മൾ ഒരു ഘട്ട പോലും ഇല്ലാത്ത പള്ളികൾക്ക് വേണ്ടി മറ്റെല്ലാവരുടെയും പള്ളികളിൽ ചെന്നുകൊണ്ട് അടിപിടി കൂടുന്ന മനുഷ്യരുമാണ് നമ്മൾ. ഓർത്തുവാർത്ത് സങ്കടപ്പെടുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ദേവാലയം ഉണ്ടാക്കി ഇപ്രകാരം മനോഹരമായ നമ്മുടെ വീട്ടിൽ കയറി നിന്ന് ആരാധിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായതിൽ ഞാൻ ഈ ഹൂസ്റ്റൺകാരെ, ഈ ടെക്സാസിലുള്ള നമ്മുടെ ആളുകളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ മതവും കൊണ്ടുപോകണം. അതാണ് ഏറ്റവും അത്യാവശ്യം. നമുക്കറിയാമല്ലോ, നയമാൻ ഏത് പ്രവാചകടുക്കൽ നിന്ന് പോകുന്ന വേളയിൽ ഒരു മണ്ണ് ചോദിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ യഹോവയുടെ നാട്ടിൽ നിന്ന് ഒരുപടി മണ്ണ് കൊണ്ടുപോകണം, യഹോവയെ ആരാധിക്കാൻ. ദൈവത്തെ ആസ്വദിക്കുന്ന ആളുകള് എവിടെ പോയാലും ദൈവത്തെ കൊണ്ടുപോകും, സംശയമില്ല. ദൈവം അവരോട് വരും, പോകും, സംശയമില്ല. നിങ്ങൾ അപ്രകാരം ഇവിടെ വന്ന് കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ ഇത്രയും മനോഹരമായ ഒരു കാര്യങ്ങൾ കെട്ടിപ്പടുത്തതിൽ അഭിനന്ദനായ തിരുമേനിയെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും, പ്രത്യേകിച്ച് 25 വർഷം തികയുന്ന നമ്മുടെ പട്ടമേറ്റിട്ട് തികയുന്ന നമ്മുടെ വർഗീസ് അച്ഛനെയും കമ്മിറ്റിക്കാരെയും ജനങ്ങളെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മൾ വിചാരിച്ചാല് അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കും. ദേവാലയം വഴി നടത്തി നിങ്ങളുടെ കൈകൾ കുറെ കൂടെ പ്രവർത്തിക്കുവാൻ പരിചയമായി എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ സഭ ആഗോളമാണെന്നൊക്കെ നമ്മൾ അഭിമാനിക്കാറുണ്ടെന്ന നിലയിലും മറ്റുള്ള വേൾഡ് ചർച്ചസിന്റെ സന്നിധി വരുമ്പോൾ നമ്മളൊന്നുമില്ല എന്ന് ഞാൻ പറയുകയാണ്. എന്നാൽ നമ്മുടെ ആളുകൾ പോകുന്നിടത്ത് ആത്മാർത്ഥമായും സ്നേഹമായും സഹകരിച്ചു വിശുദ്ധ ഭഗവാനെയും മുത്താച്ചന്മാരെയും അച്ഛന്മാരെയും നമ്മൾ വിധേയരായി ഒക്കെ പോകുന്നു. ഒരു കെട്ടുപിടി ഉണ്ടാകുകയാണെന്ന് ചെയ്യുകയാണ്. അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. ആരും അവരുടെ സ്വന്തം ഇഷ്ടങ്ങളൊന്നും നടത്താതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കതും വേണം. നിങ്ങളെല്ലാവരും ഒരുങ്ങണം എന്ന് ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കും. ഐകമത്യം മഹാബലം. പ്രിയപ്പെട്ടവരെ, യോജിപ്പാണ് വലിയ ശക്തി. ചിന്തിക്കുന്നത് അപകടമാണ്. ഇംഗ്ലീഷിൽ പറയും തമ്മിലടിക്കാനും വണ്ടി വലിക്കാനും പറ്റില്ല. ഒന്നേ നടക്കും. ഒന്നേ തമ്മിലടിക്കും, അല്ലെങ്കിൽ വണ്ടി വലിക്കും. ആകയാൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. സഭയ്ക്ക് നിങ്ങൾ വിധേയരായി തീരണം. സഭയുടെ തീരുമാനങ്ങൾക്ക് വിധേയരായി പോകണം. നിങ്ങൾ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരു അഭിനന്ദനം ഞാൻ നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ വായന ഭാഗം വളരെ മഹോസ്പർശിയും മർമ്മഭേദവുമായിട്ടുള്ള ഒരു ഭാഗമാണ്. കർത്താവ് യഹൂദന്മാരുടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്ന വേളയിൽ പരിശുദ്ധനായ മത്തായിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ അപ്പോസ്തലൻ ചിലപ്പോൾ അടുത്തുണ്ടായിരുന്നിരിക്കണം, ദൃക്സാക്ഷിയായിരിക്കണം, സ്വന്തം കൊണ്ട് കേട്ടതായിരിക്കണം, ഇവിടെ എഴുതിയിരിക്കുന്നു. കർത്താവ് ഈ യഹൂദന്മാരെന്ന് പറയുന്ന
സ്വന്തം ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. മാർദ്ദമാശിലിയ നട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ടായിരുന്നൊന്നും നടക്കാൻ പോകുന്നില്ല. മാർദ്ദമാശിലിയായിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ദൈവത്തിന് പോലും സഹായിക്കാൻ കഴിയില്ലാത്ത സാഹചര്യം വരും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യഹൂദന്മാരെ ദൈവത്തിന്റെ ജാതിയാണ്. അവർക്ക് ദേവാലയമുണ്ട്, ആവൃതന്മാരുണ്ട്, എല്ലാം ഉണ്ട്, സർവ്വ കാര്യങ്ങളും ഉണ്ട്. ആഗ്രഹിക്കപ്പെട്ട സന്തതിയൊക്കെയാണ്. ഇവിടെ കർത്താവ് കൽപ്പിക്കുന്നു. ചില കാര്യങ്ങളെല്ലാം നമ്മളോട് സംസാരിച്ച് കർത്താവ് കുഴഞ്ഞു. ഇതിനെ അരുളി ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമത് അടുപ്പിക്കുന്ന അവനോട്, എന്റെ മകനെ നീ പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും ഒടുക്കമല്ലോ അവൻ അനുഭവിക്കുകയും പോവുകയും ചെയ്തു. രണ്ടാമതെടുക്കിലേക്ക് ചെന്നിട്ട് അവൻ പറഞ്ഞു, നീ തോട്ടത്തിൽ പോകണം വേല ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പിതാവേന്നല്ല എന്റെ അപ്പച്ച ഞാൻ പോകാമെന്ന് പറഞ്ഞു. അഫെക്ഷനേറ്റ് ആയിട്ടുള്ള വാക്ക, മാധുര്യമുള്ള വാക്ക. അവൻ പോയത് ഈ രണ്ടുപേരും പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന പ്രവർത്തിച്ചത് ആരാവുന്ന അവനോട് ചോദിച്ചു. ഒന്നാമത്തൊന്ന് കർത്താവിൽ പ്രിയപ്പെട്ടത് പോകാമെന്ന് പറഞ്ഞു. അവൻ പോയില്ല. പോകത്തിലെന്ന് പറഞ്ഞവൻ പോയി. കർത്താവിനെ സാധിച്ചപ്പെടുന്ന ആരോടാണെന്നറിയാം? യഹൂദ ജാതിയേക്കാൾ. എന്തുകൊണ്ടെന്നാൽ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിട്ടുള്ള അരുളി ചെയ്യുകയാണ്. യോഹന്നാൻ ചുങ്കക്കാരിൽ വേശ്യാസ്ത്രീകൾ നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ചുങ്കക്കാരേക്കാളും വേശ്യാദോഷികളെക്കാളും ആസ്വദിച്ച ഒരു മതത്തെയാണ് വാസ്തവത്തിൽ കർത്താവ് കാണുന്നത്. സ്നേഹിതരെ, സഹോദരങ്ങളെ, ഇതുപോലെ ഓരോരുത്തരും അവരവരുടെ ദൈവികമായ ജീവിത മുഖാന്തരം അല്ലാതെ വന്നു വരുമ്പോഴത്തേക്ക് കർത്താവിന്റെ ദൃഷ്ടാന്തത്തിന് ഞാനും നിങ്ങളും വിധേയരായിരിക്കും സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ മർമ്മസ്പർശിയും മർമ്മഭേദവുമായിട്ടുള്ള ഒരു വാക്യങ്ങളാണ് എന്ന് വായിച്ചു കേൾക്കുവാൻ ഇടയായിട്ടുള്ളത്. ക്രിസ്ത്യാനികളാണ് നിങ്ങളും ഞാനും. യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നമുക്കുണ്ടോ? യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടോ? യേശു ക്രിസ്തുവിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ നമ്മളത് വിലയിരുത്തി ചിന്തിക്കേണ്ടെന്നാണ്. കാലം കഴിഞ്ഞുപോയി ഞാൻ പറയുകയാണ്. എന്തുകൊണ്ട് റഷ്യയിൽ കമ്മ്യൂണിസം വന്നു? എന്തുകൊണ്ട് ക്രൈസ്തവ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസം വന്നു? ദൈവമില്ല എന്ന് പറയുന്ന കൂട്ടർ വന്നു. ഞാൻ ഇന്നലെ ജർമ്മനിയിൽ ഇന്നലെയല്ലേ മുന്നോട്ട് പോരുന്നതാണ്. എന്റെ പ്ലെയിനിന്റെ അടുത്ത് എന്റെ അടച്ചിട്ടുണ്ടെന്ന് ഒരു നല്ല ചെറുപ്പക്കാരൻ ജർമ്മൻകാരൻ. ഞാൻ അപ്പം ജർമ്മൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയാളെ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി നീ ജർമ്മൻ പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. അയാൾ ഇവിടേക്ക് വന്ന് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. ലേണൻ പേഴ്സൺ, വളരെ വിദ്യാഭ്യാസമുള്ള ഉയർന്ന മനുഷ്യനാണ്, യോഗപ്രകാരം. ഞാൻ ചോദിച്ചു, അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് റിലീജിയനപ്പെട്ട ആളാണെന്ന് ചോദിച്ചു. ഞാൻ നമ്മുടെ സഭയെ കുറിച്ചൊക്കെ അയാളൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്കൊരു മതമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതെന്താ എന്റെ കാര്യം എന്ന് ചോദിച്ചു. നിനക്ക് ഒരു മതമില്ലാത്ത കാര്യം എന്താണ്? അത് എന്നെ അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെയൊന്നും എന്നെ വളർത്തിയിട്ടില്ല, ആരും ചിന്തിച്ചിട്ടില്ല. ശരിയാണ്, മാതാപിതാക്കള് മക്കളെ വളർത്തേണ്ട വഴിയിൽ വളർത്തണം, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ സൺഡേ സ്കൂൾ റിപ്പോർട്ട് വായിച്ച അവസരത്തിൽ ആരും നടക്കുന്നവരെന്ന് അഭ്യസിപ്പിക്കുക, വൃദ്ധനായിരുന്നാലും അത് വിട്ടുപോവുകയില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികൾ തന്നെ വാസ്തവത്തിൽ എന്തോന്നാണ് നടക്കുന്നത്? ആത്മീയമായ അനുഭവവും ചൈതന്യവും മറ്റുള്ള കിട്ടത്തക്കമുള്ള മാർഗങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ സഭയിലോട്ട് വന്നാലുണ്ടോ? മദ്രാസ് വന്നാലുണ്ടോ? അതേ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഇതെല്ലാം കിട്ടാൻ സാധിക്കുന്നത്? ആ ഒരു ദൈവികമായ ചൈതന്യം നമുക്ക് വേണ്ടേ? അതില്ലെങ്കിൽ എന്താണ് ഈ മതം? വാട്ട് ബി പ്രീച്ച്? നമ്മൾ എന്താണ് വാസ്തവത്തിലുള്ളവരെ പ്രസംഗിക്കുന്നത്? ആകെയാൽ നിങ്ങളും ഞാനും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു,
പള്ളിയുടെ മുകളിൽ കുരിശുണ്ട്, കഴുത്തേ കുരിശുണ്ട്, തലയെ കുരിശുണ്ട്, എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവരും എത്രയോ പ്രാവശ്യം കുരിശ് വരയ്ക്കുന്നു. ഓരോ കൗമാനം ചെല്ലുമ്പോൾ നമ്മൾ 3 കൗമാനം കുരിശ് വരയ്ക്കുന്നു. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാഹ്യമായ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആന്തരികമായ ജീവിതം നമുക്കുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം. ഇന്നത്തെ മതത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒത്തിരിയൊക്കെ ശരിയല്ലെന്ന് എന്റെ മനസ്സിൽ തോന്നാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൊച്ചുകുട്ടിയെ പള്ളിക്കൂടത്തിലയച്ചു. അവന്റെ സാറായി, ഞാൻ ചുരുക്കിയും പറയുകയാണ്, അവൻ സാറായെ പഠിപ്പിച്ചു. ഭൂമി ഉരുണ്ടിരിക്കുന്നു. ഇരുട്ടി വന്ന് പാടം ചെല്ലിയപ്പോൾ അവന്റെ മുത്തച്ഛൻ, അവന്റെ അപ്പച്ചന്റെ അപ്പച്ചനുണ്ട്. അവൻ വലിയ വാത്സല്യവും താല്പര്യവും വിശ്വാസവും. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, എടാ ഭൂമി പരന്നില്ല ഇവിടെ കിടക്കും. ഈ മണ്ണന്മാരാണ് സാറന്മാർ പഠിച്ചു. അവൻ അപ്പനെയും വിശ്വാസം സാറിനെയില്ല. അവൻ തിരുത്തി ഭൂമി പരന്നിരിക്കുന്നു. പള്ളിക്കൂടത്തിൽ ചെന്നപ്പോൾ അവൻ പരന്നിരിക്കുന്നു. ഞാൻ സാറ് പഠിക്കും. പിന്നെ അവൻ തിരുത്തിയിട്ടു. വീട്ടിൽ വന്നപ്പോ വലിയ മുത്തച്ഛൻ പഠിക്കും. എന്തിനാണ് കൊച്ചു പഠിക്കും. അവസാനം സാറ് ക്ലാസ്സിൽ ചോദിച്ചു പറഞ്ഞു, സാറേ ഭൂമി പള്ളിക്കൂടത്തിൽ ഉരുണ്ടിരിക്കുന്നു, വീട്ടിൽ പരന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവര്, ഇന്നത്തെ മതമത ഒരു സംശയവും നമ്മുടെ എല്ലാവരുടെയും മതമത. അവിടെ ഈ പെണ്ണുങ്ങൾ നെയ്യപ്പെട്ടിട്ട് വരും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ ശകലം നെയ്യുള്ളവരാണ്. പെണ്ണിന് യാതൊരു ഉദ്ദേശിച്ചില്ല നെയ്യപ്പെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം. ഇന്നത്തെ മതങ്ങള് ഒരു നിലയിൽ പറയുകയാണെങ്കിൽ എവരുടെ ഡൈങ് ആൻഡ് ഡൈങ്. ആ സാക്ഷാത്തായ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ എന്ത് കാണും, എവിടെ കാണും, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആകയാൽ പ്രതാപർപ്പിക്കുകയാണ്, അവൻ പോകാമെന്ന് പറഞ്ഞാൽ പോയില്ല. നിങ്ങളും ഞാനും പോകാമെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ പോകുന്നുണ്ടോ ഒന്ന് ആലോചിക്കണം. പോകത്തില്ലെന്ന് പറയുന്നവൻ പോകുന്നു. ഇന്ന് ഈ അമേരിക്കൻ രാജ്യം തന്നെ മറ്റുള്ള മതങ്ങളൊന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലയിൽ പറയുകയാണെങ്കിൽ വിജയരായി തീരുകയാണ് ക്രിസ്ത്യാനികൾ, ക്രൈസ്തവ മതം. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഭൗതികമായിട്ടും ഭൗതികമായിട്ടും. എന്നാൽ ആ സമയത്ത് ഒരു സ്പിരിച്വൽ ജോയ് നമുക്കുണ്ട്, ഒരാത്മീയമായ സന്തോഷം നമുക്കുണ്ടോ, ഒരാത്മീയമായ ചൈതന്യം നമുക്കുണ്ടോ, നമ്മൾ ഓർക്കേണ്ടതാണ്. തിരുവനന്തപുരത്താണ് പേര് ആറുമുഖമെന്നാണ്. ആറുമുഖം പിള്ളേ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഒരു മുഖമുള്ളൂ. അയാൾ വിളിക്കുന്ന ആറുമുഖം. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. കർത്താവ് എന്നോട് നിങ്ങളോട് പറയുന്നു, ആകയാൽ നിങ്ങളായി പുറമേ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ പോകാമെന്ന് പറയുന്നു, നിങ്ങൾ പോകുകയും. കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹിപ്പോക്രസി. അതെ, പുറമേ കാണും. ഇപ്പൊ ബലഹീനനായ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നിൽ നിന്ന് പല കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്, പ്രത്യാശിക്കുന്നുണ്ട്. ദൈവം മാത്രമേ അറിയുന്നുള്ളൂ ബലഹീനനായ എന്റെ കാര്യം. ആകയാൽ പ്രിയപ്പെട്ടവരെ, വാക്ക് അവസാനിപ്പിക്കുക. നിങ്ങൾ ക്രിസ്ത്യാനികളാണ്. നിങ്ങളുടെ വീട്ടിലുള്ള പ്രാർത്ഥനയുണ്ട്. ആലോചിച്ച് നോക്കണം. ക്രിസ്തീയമായ ജീവിതമുണ്ട്. നിങ്ങൾ എത്ര പേർ ഇവിടെ ഇരിക്കുന്നവർ കുടിക്കാത്തവരോ? നിങ്ങൾ വിളിക്കുന്ന എത്ര പേർ കർത്താവിന് ഇഷ്ടം ജീവിക്കുന്ന എത്ര പേരുണ്ട്? ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങളത് ചെയ്യുന്നില്ലെന്ന് വരികില് ഈ കൊച്ചുകുഞ്ഞുങ്ങൾ നിങ്ങൾ കരയേണ്ടി വരും. നിങ്ങൾ മനുഷ്യമായിട്ട് നിലവിളിക്കേണ്ടി വരും. ആ ക്രിസ്തീയ ഭവനം മത്തായി എന്ന് പേര് വിളിക്കും, മറിയാമെന്ന് പേര് വിളിക്കും, മാതാവിന്റെ പേരാ, ഏത് ശിവാനും വിളിക്കും. അല്ലെങ്കിൽ ഓരോ നല്ല പേരുകൾ നമുക്കുണ്ട്. അതെല്ലാം ഇപ്പൊ മാറി വരിക. ഇപ്പൊ അതെല്ലാം പട്ടിയുടെയും പൂച്ചയുടെയും പേരായിരുന്നു. പ്രിയപ്പെട്ടവര്, ഏതായിരുന്നാലും ശരി, ആ ദൈവീയമായ രീതികളും പാരമ്പര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ ജീവിതം കർത്താവായി